പിന്നെ രജത് പട്ടീദാറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ക്യാപ്റ്റൻ ആകാൻ സാധ്യതയില്ലാന്ന്. പക്ഷേ പിന്നെ ഡയറക്റ്റ് ക്യാപ്റ്റന്മാരായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്ന ഒരുപാട് താരങ്ങളുണ്ട്. അവരുടെ പിന്നെ ആഭ്യന്തര മത്സരങ്ങളിലെ പെർഫോമൻസ് കൊണ്ട് വലിയ അനുഭവ പരിചയ സമ്പത്തൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നാഷണൽ ടീമിനെ നയിച്ച ക്യാപ്റ്റന്മാരുണ്ട്. ഇപ്പോൾ ജോർജ് ബെയ്ലി എന്ന താരം ഇതേപോലെ ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തെക്കാൾ എക്സ്പീരിയൻസ് ആയുള്ള ഒരുപാട് താരങ്ങൾ ഓസ്ട്രേലിയൻ ടീമിലുണ്ടായിരുന്നു. എങ്കിലും ജോർജ് ബെയ്ലി ഒരു ഇടക്കാലത്ത് ഓസ്ട്രേലിയ മാത്രം, ഇംഗ്ലണ്ടിലും നടന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും 90കളുടെ അവസാനം ആഡം ഹോളിയോക്ക് എന്നുള്ളൊരു താരം പിന്നെ ഇംഗ്ലണ്ട് ഒരു ത്രിരാഷ്ട്ര മാച്ചിൽ, എനിക്കൊന്ന് ഷാർജ കപ്പോ അങ്ങനെ ഇതൊരു കപ്പാണ്, ഷാർജ കപ്പാണോ സിംഗർ കപ്പാണോ എന്നറിയില്ല, ഇംഗ്ലണ്ടിൻ്റെ താരമായിരുന്നു. ഒരുപാട് സീനിയർ താരങ്ങളൊക്കെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ ആഭ്യന്തര മത്സരത്തിലെ പിന്നെ മികച്ച പെർഫോമൻസ്, കൗണ്ടി ക്രിക്കറ്റിലെ മികച്ച പെർഫോമൻസിൻ്റെ ബലത്തിൽ ഇദ്ദേഹത്തെ ക്യാപ്റ്റനാകുന്നു. അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള ടീമുകൾ അണിനിരുന്ന, ഇന്ത്യ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു ടൂർണമെൻറ്റ്. ആ ടൂർണമെൻറ്റിൽ കിരീടം നേടിയൊരു ചരിത്രം ആ സമയത്തുണ്ട് ആഡം ഹോളിയോക്കിൻ്റെ നേതൃത്വത്തിൽ. അപ്പം രജത് പട്ടീദാറിനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ ക്യാപ്റ്റൻ ആക്കാൻ സാധ്യതയില്ല, പക്ഷെ ആക്കാവുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം പറയില്ലേ ഈ പിന്നെ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിൻ്റെ ഇപ്പം എന്താ പറയുക, ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തെ പിന്നെ നമ്മൾ തന്നെ ഒരുപാട് ടാക്ടിക്സുകളിൽ ഇങ്ങനെ കീറി മുറിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. മേ ബി പിന്നെ ആ സമയത്ത് സഞ്ജു ഇതിനേക്കാൾ നന്നായി സ്ട്രൈക്ക് റേറ്റിൽ ഇൻറ്റൻഷനോട് കൂടി ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻറ്റൻഷന് വിമർശിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ കുറിച്ചായിരുന്നു. പക്ഷേ ഈ IPL ആദ്യ പാദം കഴിഞ്ഞ് രണ്ടാം പാദത്തിലേക്ക് എത്തിയ സമയത്ത് ആ ടീമിൽ ഏറ്റവും ഇൻറ്റൻഷനോട് കൂടി കളിച്ച താരം ഈ ഗില്ലായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലടക്കം അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നമ്മൾ കണ്ടു, 190. അതെ, മാത്രമല്ല 190 സ്ട്രൈക്ക് റേറ്റിനൊപ്പം ഈ IPL സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 164 164 സ്ട്രൈക്ക് റേറ്റുള്ള ഒരു മനുഷ്യൻ ആ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു, ക്യാപ്റ്റൻസിയിലും മികച്ചു നിൽക്കുന്നു, പിന്നെ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നു, ഒരു കിരീടത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഗിൽ തീർച്ചയായിട്ടും പിന്നെ ക്യാപ്റ്റൻ ആകാനും അതുപോലെ ഇന്ത്യൻ ടീമിലേക്ക് ഒരു ഗ്രാൻഡ് തിരിച്ചുവരവും അദ്ദേഹം അർഹിക്കുന്നു.